ഹേ ഗായ്സ്, അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങൾക്കൊക്കെ ഫലമായിട്ട് ഫൈനലി നമ്മുടെ SSLC പബ്ലിക് എക്സാം റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ടും കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് വിഷ് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് അതുപോലെ തന്നെ എല്ലാവർക്കും, അതായത് A+, ഫുൾ A+ കിട്ടിയാലും ശരി, എന്താണെങ്കിലും എല്ലാവർക്കും അവരവരെ എടുത്ത എഫേർട്സിന് കൺഗ്രാജുലേഷൻസ്. അത് നിങ്ങൾക്കിപ്പോൾ ഫുൾ A+ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ളൊരു കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് ഒരു സ്പെഷ്യൽ വേയിൽ എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേങ്കിൽ ലൈവ് റിയാക്ഷനോ ഇല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ റിസൾട്ട് നോക്കുമ്പോൾ ഫുൾ ടെൻഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു അവിയൽ പരുവം പോലെ ആയിരുന്നു. ഞാൻ തന്നെ ആദ്യം വിശ്വസിച്ചിട്ടില്ല എൻ്റെ റിസൾട്ട് കണ്ടിട്ട്. പിന്നെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രേസ് മാർക്കൊന്നും ആഡ് ചെയ്യാതുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ തോന്നി. അതുപോലെ പിന്നെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ കാര്യമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത എഫേർട്സിന് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ ഒക്കെയാണ്. അപ്പോൾ ഇതെൻ്റെ മാത്രം ഭയങ്കര കഷ്ടപ്പാടുകൾ കൊണ്ടാണ് കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ ഈ ഒരു റിസൾട്ട് കുറേ പേരുടെ എഫേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ സ്കൂൾ ടീച്ചേഴ്സ്, പിന്നെ യൂട്യൂബ് ക്ലാസ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചെന്ന് എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ അങ്ങനെ കുറേ പേര്, അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടീവായിട്ടുള്ള കമൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ ഒരു SSLC എന്ന് പറയുന്നത് ഈ ഒരു റിസൾട്ടിനേക്കാളും വേറൊരു റിസൾട്ട് കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പബ്ലിക് എക്സാമിൻ്റെ ടൈമിലാണ്. രണ്ടും ബാലൻസ് ആവുമോ ഇല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ള ടെൻഷൻ അടിച്ചപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു യു. പിന്നെ ബാച്ചിലോ ട്യൂഷനിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിനായിട്ട് യൂട്യൂബ് ക്ലാസ്സസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരുടെ സപ്പോർട്ടീവ് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സാം ടൈമിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, കീപ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നുകൂടെ ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്.